എടാ ലെഫ്റ്റ് എടാ നീ എന്ത് കളിയാണ് കളിക്കുന്നത്? ഈ ശുഷ്കാന്തി നേരത്തെ ഉണ്ടായിരുന്നെങ്കിലേ ബിടെക് പണ്ടേ കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ ബിടെക്കിന് കൊണ്ട് ചേർത്തിട്ട് കാശ് ഒരുപാട് പോയി. വല്ലതും നടക്കുവോ? പാപ്പി ഇതിന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ബിടെക്കിന്റെ സപ്ലൈ അല്ലേ എഴുതി കൊടുത്തോളാം, മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ. ഈ 10-31 ബിടെക്കിന്റെ സപ്ലൈ ഒക്കെ നീ എന്ന് എഴുതിയെടുക്കാനാടാ? പാപ്പി അതിന് കോളേജിൽ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ കാര്യം നോക്കാം, എനിക്കറിയാം. ചുമ്മാ ഒരു അഭിപ്രായം പറയാൻ എല്ലാവർക്കും പറ്റും. എഴുതി നോക്കും. എടാ മേശപ്പുറത്ത് ചായ ഇരിപ്പുണ്ട്, എടുത്ത് കുടിച്ചിട്ട് പോട്ടാ. ഏറ്റവും ആചാര്യ എടാ ഈ ആചാര്യയുടെ ബിടെക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി ഒരുപാട് പേര് മുടങ്ങിയ ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നീ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. അല്ല ഇതുകൊണ്ട് ഞാൻ എന്നെ ബിടെക് കംപ്ലീറ്റ് ചെയ്യാന്? നീ പാസ്സായ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് വേറൊരു യൂണിവേഴ്സിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നിനക്ക് അവിടെ തന്നെ പിന്നെ പഠിച്ച് ബാക്കി ബിടെക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. അത് കഴിഞ്ഞ് മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ നിനക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. നീ സമയം കിട്ടുമ്പോഴേ ആചാര്യയിലൊന്ന് വിളിക്കും. അവർ 24 മണിക്കൂറും അവൈലബിളാണ്. ഏറ്റവും ആചാര്യ ഗൈഡിങ് യു ഫോർവേഡ്.